ഇതിനെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാം. ഈ ലേഔട്ടിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലേഔട്ട് എടുക്കാം. അതിന്റെ പേര് നമുക്ക് വാട്ടർഷെഡ് എന്ന് കൊടുക്കാം. ഓക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ മുകളിൽ കണ്ടില്ലേ, പേര് വാട്ടർഷെഡ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ വിൻഡോയിലും പോയിട്ട് നമുക്കിനി ഡ്രെയിൻസിനെ ഓഫ് ചെയ്യാം. ഡ്രെയിൻസിനി ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, സ്റ്റാർ ഡ്രെയിൻസ് എന്ന് കിടക്കുന്നത്. അപ്പോൾ സേവ് ചെയ്യാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ സേവ് ചെയ്യുന്നു. നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന്റെ പേര് വാട്ടർഷെഡ് എന്നാണ്. ലെയർ ഒന്നും ചേഞ്ച് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ തന്നെ കാണുന്നത്. അപ്പോൾ ഇനി QGISന്റെ മെയിൻ വിൻഡോയിൽ പോയിട്ട് ഇതിനെയും സേവ് ആസ് കൊടുത്തൊന്ന് സേവ് ചെയ്യാം. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് ഇവിടെ നമുക്ക് സേവ് ആസ് കൊടുത്തിട്ട് ഇതിന് വാട്ടർഷെഡ്സ് എന്ന് കൊടുക്കാം. സേവ്. ഇനി നമുക്ക് എന്താ വാട്ടർഷെഡ് ബൗണ്ടറിയുടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് താഴെ വെച്ചിട്ട് ഇതിനൊന്ന് നമുക്ക് 3 മേജർ മൈക്രോ വാട്ടർഷെഡ് ആണ് ഉള്ളത്. അതിനെയാണ് നിങ്ങൾക്ക് സബ് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കതിനെ സിംബോളജിയിൽ പോയിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വാല്യൂ എന്ന് വെച്ചാൽ കോഡ് എടുക്കാം. ക്ലാസിഫൈ കൊടുത്തിട്ട് ആൾ അതർ വാല്യൂ എന്നുള്ള സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ വാട്ടർ ബോഡിയാണ് WB എന്ന് കാണുന്നത്. അതിന് നല്ലൊരു ബ്ലൂ കളർ തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ. മറ്റേതിനൊക്കെ ലൈറ്റ് ഷെയ്ഡ്സ് എടുക്കുന്നതാണ് നല്ലത്. ഗ്രീനും ബ്ലൂ ഒക്കെയാണ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നത്. നമുക്ക് ലൈറ്റ് ഷെയ്ഡ് എടുക്കാം. ലൈറ്റ് ഷെയ്ഡ് ഈ താഴെ വരുന്നതാണ് നമുക്ക് മാപ്പിൽ കിട്ടുന്ന കളർ. ഓക്കെ. അപ്പോൾ ഈ 3 കളറും കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, വാട്ടർഷെഡ് കോഡ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ലേബൽസിൽ പോയിട്ട് സിംഗിൾ ലേബിൾസ് എടുത്ത് ഇവിടെ നമുക്ക് ഒന്ന് റെഡ് കളർ കൊടുക്കാം. ഞാൻ റെഡ് കളർ കൊടുത്തു. ഒരു 20 കൊടുത്തു. നെയിം അല്ല വരേണ്ടത്, വാല്യൂയിൽ കോഡാണ്, വാട്ടർഷെഡ് കോഡാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്ലൈ. അപ്പോൾ വന്നിട്ടുണ്ട് 2K29C അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി WB വാട്ടർ ബോഡി ഒന്ന് മാറ്റാം. നമുക്കവിടെ ലെജൻഡിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് മാറ്റണമെങ്കിൽ ഇവിടെ വെച്ച് റീനെയിം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓപ്ഷൻ ഇവിടെ ഇല്ല. സിംബോളജിയിൽ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വാട്ടർ ബോഡി എന്ന് അല്ലെങ്കിൽ ലേക്ക് എന്ന് കൊടുക്കാം. അവിടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലേക്ക്. അപ്ലൈ. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നില്ല. റിഫ്രഷ് ചെയ്യുമ്പോൾ വരുമെന്ന് തോന്നുന്നു. അപ്പോഴും വന്നിട്ടില്ല. അല്ലെങ്കിൽ നിന്നോട്ട്. ഇനി നമുക്ക് ഇതിന്റെ മാപ്പ് സെറ്റ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. എന്തുകൊണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ലെയർ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തിട്ടുണ്ടല്ലേ, ഇതിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്ത മാപ്പുകളെല്ലാം ഇവിടെ അതുപോലെ കാണാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും ഇവിടെ മാപ്പ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല, ഈ ബോക്സ് വരയ്ക്കേണ്ടി വന്നില്ല. ഇനി ഹെഡിങ് മാറ്റി കൊടുത്താൽ മതി. ഇതെന്താണ്, വാട്ടർഷെഡ്സ് ആണല്ലേ. അപ്പോൾ ഇവിടെ സ്ട്രീം ഓർഡറിങ് മാറ്റിയിട്ട് വാട്ടർഷെഡ് എന്ന് കൊടുക്കാം. വാട്ടർഷെഡ്, മൈക്രോ വാട്ടർഷെഡ് എന്നായാലും മതി. മൈക്രോ വാട്ടർഷെഡ്. ഇതിനെ ഒന്ന്
മൈക്രോ വാട്ടർ ഷെഡ്സ് അത് കലിയൂർ ഗ്രാമപഞ്ചായത്താണല്ലോ, അപ്പോൾ അതിനെ മാറ്റണ്ട. പിന്നെ നേരത്തെ ഒരു കാര്യം, സ്കെയിൽ നമ്മളിവിടെ വച്ചില്ല. സ്കെയിൽ ഏതാണെന്ന് വെച്ചിട്ടില്ല. അയ്യോ, അത് മറന്നതാണ്. അപ്പോൾ സ്കെയിൽ ഒരു ടെക്സ്റ്റ് ആയിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് വെക്കാം. എന്താണ് സ്കെയിൽ? ഇവിടെ സ്കെയിൽ 1:25,000, 25,000. അപ്പോൾ അതാണ് ഇതിന്റെ ലോറം ഇപ്സം പോയിട്ടില്ല. സ്കെയിൽ 1:25,000 അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ സ്കെയിൽ നേരത്തെ വയ്ക്കാൻ വിട്ടുപോയി. അപ്പോൾ ആ മാപ്പ് കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതിയാവും. നേരത്തെ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് സേവ് ചെയ്യുന്നു. ഇതിനെയും നമ്മൾ ഇവിടെ ഒരിക്കൽ കൂടെ സേവ് ചെയ്തിട്ട് സേവ് എക്സ്പോർട്ട് ആസ് ഇമേജ് അതിൽ വാട്ടർ ഷെഡ് എന്ന് കൊടുക്കും. വാട്ടർ ഷെഡ് സേവ് ചെയ്യുന്നു. വീണ്ടും അടുത്ത മാപ്പ് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അല്ലെങ്കിൽ വേണ്ട, ഇതിൽ നിങ്ങളുടെ സ്റ്റഡി ഏരിയ ഇവിടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു മാപ്പ് കൂടെ എളുപ്പമാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റഡി ഏരിയയുടെ ബൗണ്ടറി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. സ്റ്റഡി ഏരിയ ഔട്ടർ ബൗണ്ടറി മാത്രം കാണിക്കാം. റെഡ് കളർ അപ്ലൈ. ഓക്കെ. അപ്പോൾ ഇതാണ് സ്റ്റഡി ഏരിയ. പക്ഷെ അത് അത്ര ക്ലിയർ അല്ല. നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കളർ കൊടുക്കാം. അല്പം കൂടെ തിക്നെസ് കൊടുക്കാം. ഇനി നമുക്ക് ഈ വിൻഡോയിലേക്ക് വന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇത് സ്റ്റഡി ഏരിയ ബ്ലാക്ക് ബൗണ്ടറിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലെജൻഡിൽ വന്നിട്ടില്ല. അപ്പോൾ ലെജൻഡ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണം. അതുകൊണ്ട് അതിനെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് വന്നിട്ട് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാട്ടർഷെഡ് ബൗണ്ടറി കൂടെ ആഡ് ചെയ്യണം. എൻ്റെ പേര് വാട്ടർഷെഡ് ബൗണ്ടറി എന്നായിരുന്നല്ലോ. വാട്ടർഷെഡ് ബൗണ്ടറി ഓക്കെ കൊടുക്കും. അപ്പോൾ ഇവിടെ വാട്ടർഷെഡ് ബൗണ്ടറി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ പേര് സ്റ്റഡി ഏരിയ എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ ഗ്രൂപ്പുകാരും ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സ്റ്റഡി ഏരിയ ബ്രാക്കറ്റിൽ അതെന്താണ് 2K 29 C എത്ര, C123 എത്രയോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആട്രിബ്യൂട്ട് ടേബിളിലൊന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ വാട്ടർഷെഡ് ബൗണ്ടറി ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ C3 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ C3 എന്ന് കൊടുക്കുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഒരു ചെറിയ സ്പേസ് കൊടുക്കാം. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആയി പോയി. നമ്മളെല്ലാം സ്മോൾ ലെറ്ററിലല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡി ഏരിയയും സ്മോൾ ഏരിയ സാധാ നോർമൽ ടെക്സ്റ്റ് മതി. അതവിടെ വന്നിട്ടുണ്ട്. സ്കെയിൽ വന്നിട്ടുണ്ട്. നേരത്തെ മാപ്പിൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ടില്ല. അത് സ്കെയിൽ ഒന്നുകൂടെ വയ്ക്കണം നമുക്ക്. ശരിയായി. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സേവ് ചെയ്യുന്നു. വീണ്ടും ലേഔട്ടിൽ പോയി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ഈസി ആയിട്ട് രണ്ടാമത്തെ മാപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. എക്സ്പോർട്ട് ആസ് ഇമേജ് വാട്ടർഷെഡ് സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് മാപ്പ് ചെയ്യണമെങ്കിലും ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുന്നു.
എന്ത് മാപ്പ് ചെയ്യണമെങ്കിലും ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ എളുപ്പം കിട്ടും. അതുകൊണ്ട് ലേ ഔട്ടിൽ പോയി അടുത്തും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ലേ ഔട്ട് എടുത്ത് ലാൻഡ് യൂസ് മാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ലാൻഡ് യൂസ്, ഓക്കെ. ലാൻഡ് യൂസ് ഫുൾ പഞ്ചായത്ത് ചെയ്യേണ്ടതില്ല, നമുക്ക് നിങ്ങളുടെ സ്റ്റഡി ഏരിയ മാത്രം ചെയ്താൽ മതി. അതുപോലെ ഇവിടെയും ഇവിടെ മെയിൻ വിൻഡോയിലും ഇതിനെ ഒന്ന് സേവ് ആസ് കൊടുത്ത് ലാൻഡ് യൂസ് എന്നാക്കാം. പ്രൊജക്റ്റ് സേവ് ആസ് ലാൻഡ് യൂസ്. സ്റ്റഡി ഏരിയയുടേത് മാത്രം മതിയേ. ഞാനിങ്ങനെ ഒരു ലാൻഡ് യൂസ് ഇതിൽ നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ ലാൻഡ് യൂസ് അണ്ടർസ്കോർ കൊടുത്ത് ഞാൻ ചേഞ്ച് വരുത്തി. നേരത്തെ ഒരു ലാൻഡ് യൂസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറ്റി പേര് കൊടുത്തത്. സേവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി ഏരിയയിലെ മാപ്പ് മാത്രം ഇവിടെ ഇനി മുതൽ ബാക്കിയില്ല, ഇത് രണ്ട് മാപ്പ് മാത്രം ഫുൾ പഞ്ചായത്ത് ഇരിക്കട്ടെ, ബാക്കിയെല്ലാം നിങ്ങളുടെ സ്റ്റഡി ഏരിയയുടേത് എടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഈ വാട്ടർ ഷെഡ് ഫുൾ ആയിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതിനെ റിമൂവ് ചെയ്യുന്നു. ഈ റിമൂവ് ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ വാട്ടർ ഷെഡ് ബൗണ്ടറി കിടന്നോട്ടെ, നമ്മൾ ഈ ഏരിയയുടെ മാപ്പാണ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് അത് വേണം. പഞ്ചായത്ത് ബൗണ്ടറി വേണ്ട, അതും റിമൂവ് ചെയ്യുന്നു. ഡ്രെയിൻസ് ഇത് ഫുള്ള് വേണ്ട. ലേക്ക് വേണ്ട, അതിൻ്റെ ദൂരല്ലേ ഉള്ളത്, കുറച്ചകലയില്ല, അതുകൊണ്ടൊന്നും വേണ്ട, അത് റിമൂവ് ചെയ്യുന്നു. ഇനി ഈ ഏരിയയുടെ ലാൻഡ് യൂസ് ഡേറ്റ ആഡ് ചെയ്യുന്നു. ഓരോ സ്റ്റഡി ഗ്രൂപ്പുകാരും അവരവരുടെ ഏരിയ ആഡ് ചെയ്താൽ മതി. ഇതിൽ ലാൻഡ് യൂസ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ ഫീൽഡൊക്കെ ആഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫീൽഡിൽ അഗ്രികൾച്ചറൽ ഫാലോയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ ഫാലോ, ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഒരു കോളം കൂടെ ആഡ് ചെയ്തു. അതായത് ലെവൽ 1 വെച്ച് ചെയ്താൽ നമുക്ക് അഗ്രികൾച്ചർ ലാൻഡ് പൊതുവായിട്ട് കിട്ടും. നമുക്ക് കോക്കനട്ടിനെ തിരിച്ചറിയാൻ പറ്റില്ല, അഗ്രികൾച്ചർ ഫാലോ ലാൻഡിനെ തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയേണ്ട അത്യാവശ്യമില്ലേ, നമുക്ക് ഇന്റർവെൻഷനൊക്കെ പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അഗ്രികൾച്ചർ ലോങ് ഫാലോ ഒക്കെ പെട്ടെന്ന് ലോങ് ഫാലോ അല്ല, അഗ്രികൾച്ചർ ഫാലോ ലാൻഡൊക്കെ പെട്ടെന്ന് തിരിച്ചറിയണം. അഗ്രികൾച്ചർ ഓഫീസർമാർക്ക് ഇന്റർവെൻഷനൊക്കെ നടത്തി അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലെന്ന് അഗ്രികൾച്ചർ ലാൻഡ് എന്നേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബിൽറ്റപ്പ് ലാൻഡ് എന്നും പാഡി ലാൻഡ് എന്നും കിട്ടും. പാഡി കൺവേർഷൻ ആണോ സീസണിലാണോ എന്നൊന്നും ലെവൽ 1 കിട്ടൂല. അതുകൊണ്ട് മാപ്പിന് അനുയോജ്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്തു. നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ ഐഡിയ ഇൻഫർമേഷൻ കിട്ടുകയും വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനുയോജ്യമായതൊന്നും ചെയ്തത്. ഇവിടെ എല്ലാ ബിൽറ്റപ്പ് ലാൻഡും കൂടെ ചേർത്തുകൊണ്ട് എല്ലാ ബിൽറ്റപ്പും അവിടെയും ബിൽറ്റപ്പ് എന്ന് തന്നെ കൊടുത്തു, പേര് കൊടുത്തു. മൊത്തം ബിൽറ്റപ്പിനെയും ഫസ്റ്റ് 1 ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് 1 കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ ടോഗിൾ എഡിറ്റിംഗ് കൊടുത്തിട്ട് 1 2 3 ഐഡിയിൽ മാപ്പ് കോഡ് എന്ന നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഫീൽഡാണ്. അതിൽ നമ്മൾ ആ ഫീൽഡ് ഇവിടെ സെലക്ട് ചെയ്യണം, മാപ്പ് കോഡ്. അതിനുശേഷം ഇവിടെ 1 2 3 സെലക്ട് ബൈ എക്സ്പ്രഷൻ സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ നമ്മൾ എന്ത് എഴുതി, ബിൽറ്റപ്പ് ലാൻഡ് എന്ന് എഴുതി. വേണമെങ്കിൽ ഇവിടെ നിന്നൊരു കോപ്പി എടുത്ത് കോപ്പി സെൽ കണ്ടന്റ് ഈ സിംഗിൾ ഇൻവെർട്ടർ കോമയുടെ അകത്ത് Ctrl+V സിംഗിൾ ഇൻവെർട്ടർ കോമ. എറർ ഉണ്ടെങ്കിൽ റെഡ് കളറിൽ കാണിക്കും. ഇവിടെ 2 സിംഗിൾ അല്ല വന്നത്, ഇപ്പോൾ ബ്ലാക്ക് ആയി എന്ന് പറഞ്ഞാൽ എറർ ഇല്ല എന്ന് അർത്ഥം. അപ്ഡേറ്റ് സെലക്ട് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ മാപ്പ് കോഡിൽ വരും. അതുപോലെ നമുക്ക് അഗ്രികൾച്ചർ ഫാലോ ലാൻഡ് ലെവൽ 2 അഗ്രികൾച്ചറൽ ഫാലോ ലാൻഡ്. അപ്പോൾ ഫാലോ ലാൻഡ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ മാപ്പ് കോഡ് തന്നെ കിടപ്പുണ്ട്. ഇവിടെ അഗ്രികൾച്ചർ ഫാലോ ലാൻഡ് എന്ന് നമ്മൾ മാറ്റും.
എന്നിട്ട് അപ്ഡേറ്റ് സെലക്ട് എന്ന് കൊടുക്കും. അടുത്ത് ബിൽറ്റപ്പിന് കൊമേഴ്സ്യൽ ക്ലാസ് റെസിഡൻഷ്യൽ എന്നൊക്കെ ഉണ്ടെങ്കിലും മാപ്പിൽ നമ്മൾ എല്ലാം കൂടെ ബിൽറ്റപ്പ് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ പാഡി ലാൻഡിൽ പാഡി കൺവേർട്ടഡ് ലാൻഡ് ഉണ്ട്. അത് അത്രയും സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ ബിൽറ്റപ്പ് ലാൻഡ് മാറ്റി പാഡി കൺവേർട്ടഡ് ലാൻഡിന്റെ അപ്ഡേറ്റ് സെലക്റ്റഡ് കൊടുക്കുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ അപ്ഡേറ്റ് സെലക്റ്റഡ് എന്ന് വരും. പിന്നെ പാഡി ഫാലോ ഉണ്ട്, അത് നമുക്ക് വേർതിരിച്ചറിയണം, അതിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ടർ ബോഡീസ് റിവർ സ്ട്രീംസ് എന്നൊക്കെ ഉണ്ട്, നമ്മൾ വാട്ടർ ബോഡീസ് എന്ന് മാത്രമേ എഴുതുന്നു. പാഡി ഫാലോ ഉണ്ട്, പാഡി കൺവേർട്ടഡ് ലാൻഡ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ആട്രിബ്യൂട്ട് നമ്മൾ അങ്ങനെ കറക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മിക്സ്ഡ് ക്രോപ്സ് ഇന്ന് നമ്മൾ ചെയ്തു. വേണമെങ്കിൽ ഈ ലെയർ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഏതാ മാപ്പ് കോഡ് വെച്ചൊന്ന് ക്ലാസിഫൈ ചെയ്യണം. അതിലേക്ക് വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്ത് സിംബോളജിയിൽ പോയിട്ട് കാറ്റഗറൈസ്ഡ് എടുത്ത് വാല്യൂ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാപ്പ് കോഡാണ്, ക്ലാസിഫൈ ലാസ്റ്റ് വന്നതിനെ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ കൊടുക്കുന്നു. അഗ്രികൾച്ചർ ക്രോപ്സിനൊക്കെ ഗ്രീനിന്റെ ഷെയ്ഡ് വേണം കൊടുക്കാൻ. വാട്ടർ ബോഡിക്ക് എപ്പോഴും ബ്ലൂ കളറാണ് വേണ്ടത്. പിന്നെ പാഡി ഫാലോയ്ക്ക് ഒരു ഓറഞ്ച് കളറാണ് വേണ്ടത്. പാഡി ഫാലോ അല്ലേ, ഫാലോയ്ക്ക് ഒരു ഇതിനൊരു ഡാർക്ക് കോക്കനട്ട് ഡോമിനന്റിന് ഗ്രീനിന്റെ ഷെയ്ഡുകൾ കൊടുത്താൽ മതി. കോക്കനട്ടിന് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് കൊടുക്കാം. ഇനി ബിൽറ്റപ്പ് ലാൻഡിന് റെഡ് വരണം. അതിൽ കോംപ്രമൈസ് ഇല്ലാതെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കളറാണ്. പ്ലാന്റേഷൻ ക്രോപ്പ് ആണെങ്കിൽ ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി മിക്സ്ഡ് ക്രോപ്പിനും ഒരു ഡിഫറെന്റ് കളർ നിങ്ങൾ കണ്ടെത്തി കൊടുക്കുക. ഇനി അഗ്രികൾച്ചർ ഫാലോ ലാൻഡിന് ഒരു അഗ്രികൾച്ചർ ഒന്നും ഇല്ലാത്തല്ലേ, നമുക്ക് അതിനനുസരിച്ച് ഒരു കളർ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിലേതാണ്. കുറച്ച് സെലക്ഷൻ കിടക്കുന്നുണ്ടാണ് ഈ ഒരു റെഡ് വന്നത്. സെലക്ഷൻ മാറ്റി അവിടെ ഡീസെലക്ട് ഫീച്ചർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. മിക്സ്ഡ് ക്രോപ്പ് ആണ് ഈ ഒരു ഡാർക്ക് ഗ്രീൻ പോലെ കാണുന്നത്. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളത് പ്ലാന്റേഷൻ ക്രോപ്സ് ആണ്. പിന്നെ ലൈറ്റ് ആയിട്ട് കാണുന്ന കോക്കനട്ട് ഡോമിനന്റ് മിക്സ്ഡ് ക്രോപ്പ് ആണ്. വേറൊരു ഗ്രീൻ കാണുന്നത് കോക്കനട്ട് ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നു. അഗ്രികൾച്ചർ ഫാലോ ലാൻഡ് ആണ് ഈ ഒരു ലൈലാക്ക് കളറിൽ കാണുന്നത്. ഇത് പാഡി കൺവേർട്ടഡ് ലാൻഡ്. അപ്പോൾ കളർ ചെയ്ത് വെച്ചു. നമുക്കിനി ഇതിലേക്ക് ഇതിന്റെ റോഡ് ആഡ് ചെയ്യണം. ഇനിയുള്ളതിൽ എല്ലാത്തിലും റോഡും പ്ലേസ് നെയിമും കൂടെ ആഡ് ചെയ്യണം. റോഡ്സ് പ്ലേസ് നെയിം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്ലേസ് നെയിംസും കൂടെ ആഡ് ചെയ്യണം. ഇതിപ്പോ ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടില്ല, നിങ്ങൾ ക്ലിപ്പ് ചെയ്ത് എടുക്കണം. പ്ലേസ് നെയിം ഡിസ്പ്ലേ ചെയ്യണം. ചെറിയൊരു ഡോട്ട് മതിയാവും. ഒരല്പം കൂടെ സൈസ് റെഡ്യൂസ് ചെയ്യുക. അപ്ലൈ ചെയ്യുക. ലേബൽസ് പോവുക. സിംഗിൾ ലേബൽസ് എടുക്കുക. ബ്ലാക്ക് തന്നെ മതിയാകും, പക്ഷേ ഇത്തിരി ബോൾഡ് ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബോൾഡ് ഇറ്റാലിക് ആയാലും കുറച്ചുകൂടെ കൊള്ളാം. അപ്ലൈ. ഓക്കെ. അപ്പോൾ പ്ലേസ് നെയിം വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നില്ല, പൂങ്കുളം ഇവിടെ ഉണ്ട്. റോഡിന് റെഡ് കളർ കൊടുക്കണേ. റെഡ് കളറ്. റോഡും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു കുറച്ച് റോഡേ ഉള്ളതുകൊണ്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. ഒരല്പം കൂടെ തിക്നെസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഏരിയ മാത്രം മതി.
ഈ റെഡ് ബിൽറ്റബിൾ ലാൻഡിന്റെ റെഡ് കുറച്ചു കൊടുക്കട്ടെ ഞാൻ ഒരല്പം കൂടെ. അതൊരു വൃത്തികേടായിട്ട് കളർ തോന്നുന്നു. ഒരു ലൈറ്റ് റെഡ് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് റോഡ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. നിങ്ങൾ ഈ ഫുൾ റോഡ് ആഡ് ചെയ്യരുത്, ഈ നിങ്ങളുടെ ഏരിയയുടെ മാത്രം മതിയാവും. അതിനുശേഷം ഇവിടെ ഒരു സേവ് കൊടുക്കുന്നു. ഇവിടെ ഏറ്റവും ഹെഡിങ്ങിൽ ഒരു സ്റ്റാർ വന്നാൽ സേവ് ചെയ്യാനുണ്ടെന്നാണ് അർത്ഥം. നമ്മൾ വീണ്ടും ഇവിടെ നമ്മൾ ഒരു കോപ്പി, വാട്ടർഷെഡ് അല്ല, ഒരു ലാൻഡ് യൂസിന് ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? മൂവ് ആയിപ്പോയി. കൺട്രോൾ ഇസെഡ്. ഇതാണ് നമ്മൾ സൂം ചെയ്യേണ്ടത്. റോഡും എല്ലാ പ്ലേസ് നെയിമും വേണ്ട കേട്ടോ, മറന്നു പോകരുത്. നമ്മൾ ഇതിനെ ഈ സൂമിനെ ഉപയോഗിച്ചൊന്ന്, ആ സൂമിനല്ല, സോറി, ബാക്ക് വ്യൂവിലേക്ക് വരണം. ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഇത് സൂം ഫുൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ ഫുള്ള് കിട്ടും. നമുക്കിതിനെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ സ്കെയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ 25,000 നിൽക്കുന്നത്. ഒരു 6,000, ഇനി കുറച്ച് ഏരിയയിലേ ഉള്ളൂ, നമുക്കൊരു 6,000 വെച്ച് നോക്കാം. 25,000 മാറ്റിയിട്ട് 6,000 എൻ്റർ ചെയ്തു. മാപ്പ് കണ്ടന്റ് മൂവ് ചെയ്യണമെങ്കിൽ 4ാമത്തെ അരയാണ്. $6,000 ഇനഫാണ്. അപ്പോൾ 6,000. അപ്പോൾ നമ്മളിവിടെ സ്കെയിൽ എന്ത് ചെയ്യണം? ഈ 3ാമത്തെ ആരോ ഉപയോഗിച്ച് ഇതിൽ സ്കെയിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സ്കെയില് 25,000 എന്നുള്ളത് മാറ്റിയിട്ട് 6 ആക്കുന്നു. അപ്പോൾ 6 ആയി. ഇത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് അല്ല, ഏതാണിത്? 2K29C3. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 2K29C3. ഇവിടെ ഇതെന്താണ്? മൈക്രോ വാട്ടർഷെഡ് അല്ല, ഇത് ലാൻഡ് യൂസ് ആണ്. ലാൻഡ് യൂസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് റോഡൊന്നും ഇങ്ങോട്ട് വരില്ല, ഇത് ഞാൻ ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. ഞാൻ ക്ലിക്ക് ചെയ്തില്ല. മൂവായിരം ഉപയോഗിച്ചൊന്ന് താഴ്ത്തി വെച്ചു. ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതിനെല്ലാം ഗ്രൂപ്പ് ചെയ്ത് ഒരു ബോക്സ് ആക്കി. ഒരു ബോക്സ് ആയില്ല. അപ്പോൾ ഇത് ലെജൻഡിന് ഇതെന്ന് പറയണം, അല്ലെങ്കിൽ ലെജൻഡ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ലെജൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ആരോ ഉപയോഗിച്ച് ഇതിനെ സെലക്ട്. ഗ്രൂപ്പ് ചെയ്യേണ്ട കേട്ടോ. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഗ്രൂപ്പ് ആകുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് പോയി നമുക്കിനി ലാൻഡ് യൂസിൻ്റെ കൂടെ ആഡ് ആയി വരണം. അപ്പോൾ ഈ പ്ലസ് ബട്ടണിൽ കൊടുത്തിട്ട് ലാൻഡ് യൂസ് വേണം, പ്ലേസ് നെയിം വേണം. അപ്പോൾ കൺട്രോൾ പിടിച്ചുകൊണ്ട് ബാക്കി റോഡും കൂടെ എടുത്ത് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്റ്റഡി ഏരിയ എന്ന ബൗണ്ടറി നമുക്ക് ഇതിനകത്ത് വേണമെന്നില്ല. അപ്പോൾ സ്റ്റഡി ഏരിയയെ അത് വേണ്ട, അത് സെലക്ട് ചെയ്ത് ഇവിടെ ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ മതി. ഇനി അതിൽ പഞ്ചായത്ത് ബൗണ്ടറിയും വേണ്ട. അപ്പോൾ പഞ്ചായത്ത് ബൗണ്ടറിയും സെലക്ട് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ ഒന്ന് ഈ ബട്ടൺ മിനിമൈസ് ചെയ്ത് വയ്ക്കാം. എത്രയായി? ഇനി ഇതിനകത്തൊരു ലാൻഡ് യൂസ് എന്നൊരു ഹെഡിങ് വേണ്ട, ലേക്ക് വേണ്ട. അപ്പോൾ ലേക്കിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ലാൻഡ് യൂസ് എന്ന ഹെഡിങ് വേണ്ട, അതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹിഡൻ കൊടുത്താൽ മതി. അപ്പോൾ ലാൻഡ് യൂസ് പോയി. പക്ഷെ ഇതിനൊരു ഹെഡിങ് വേണം, ഒരു നല്ല ടൈറ്റിൽ ഇവിടെ വന്നിട്ടില്ല, അവിടെ ലെജൻഡ് എന്ന് കൊടുക്കുന്നു.
ടൈറ്റിൽ ഇപ്പോൾ അവിടെ വന്നു. ഒന്ന് നീക്കി സെൻറ്ററിലോട്ട് വയ്ക്കണമെങ്കിൽ ഇവിടെ സ്പേസ് കൊടുക്കണം. ലെജൻഡ് ആയിട്ടുണ്ട്. മാപ്പിനെ ഒന്ന് നീക്കി ഇങ്ങോട്ട് വയ്ക്കാം. മൂവ് ആരോ ഉപയോഗിച്ച് മൂവ് ചെയ്തു. അല്ലാതെ എന്തോ നീങ്ങുന്നില്ല ഇപ്പോൾ. കുഴപ്പമില്ല. ഇത് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സെലക്ഷൻ അങ്ങ് പോകും. ഇതിൽ നിന്ന് ഇതിനെ പാഡി ലാൻഡ് നമുക്ക് മാപ്പ് ഐറ്റംസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്തോ നോക്കട്ടെ. എന്നാൽ നന്നായിരിക്കും. പക്ഷേ പറ്റുമോ നോക്കട്ടെ. ബിൽറ്റപ്പ് ലാൻഡ് ആണ് ഫസ്റ്റിൽ വരാനുള്ള ഐറ്റം. ക്യൂജിസിൽ ഓപ്ഷൻ ഉണ്ടോ എന്തോ. അത് മുകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ബിൽറ്റപ്പ് ലാൻഡ് ഇവിടെ നോക്കും പറയാം. ബിൽറ്റപ്പ് ലാൻഡിനെ ആദ്യം കൊണ്ടുവച്ചു. ഇനി അടുത്ത് വരേണ്ടത് പാഡി ലാൻഡാണ്. പാഡി കൾട്ടിവേറ്റഡ് ലാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പാഡി കൺവേർട്ടഡ് ലാൻഡിനെ സെക്കൻഡ് ആയിട്ട് കൊണ്ടുവയ്ക്കാം. അയ്യോ ഫസ്റ്റ് ആയിപ്പോയി, സെക്കൻഡ് ആയിട്ട്. അടുത്ത് ഇനി പാഡി ഫാലോ ലാൻഡ് ഉണ്ട്. അപ്പോൾ അതിലിവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഈ അപ്പ് ആരോ ക്ലിക്ക് ചെയ്ത് മൂന്നാമത് താഴെ. ഇനി അഗ്രികൾച്ചറൽ കോക്കനട്ട് വയ്ക്കുക അല്ലേ. കോക്കനട്ടിനെ സെലക്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അടുത്ത കോക്കനട്ട് ഡോമിനന്റ് മിക്സ്ഡ് ക്രോപ്പിനെ കൊണ്ടുവയ്ക്കാം. അടുത്ത അഗ്രികൾച്ചർ ഫാലോ ലാൻഡ് കിടന്നു. ഇല്ല, അഗ്രികൾച്ചർ മിക്സ്ഡ് ക്രോപ്പ് കിടപ്പുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് മുകളിൽ വയ്ക്കുമ്പോൾ അഗ്രികൾച്ചർ ഫാലോ ലാൻഡിന് മുകളിലായി. അടുത്ത അഗ്രികൾച്ചറൽ പ്ലാന്റേഷൻ ക്രോപ്പിനെ കൂടെ ഫാലോ ലാൻഡിന് മുകളിൽ വയ്ക്കാം. പിന്നെ മതി ഫാലോ ലാൻഡ്, പിന്നെ വാട്ടർ ബോഡീസ്. അപ്പോൾ ലെജൻഡും നന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കെയിൽ വെച്ചിട്ടുണ്ട്. സേവ് ചെയ്യുന്നു. ലെയർ എക്സ്പോർട്ട് ആസ് ഇമേജ് കൊടുക്കുന്നു. ലാൻഡ് യൂസ് ഒന്ന്